അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള വീഡിയോസുകളും ഓഡിയോസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കരമായ പ്രയാസം വിഷമവും നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്രയും ചെറിയൊരു പ്രയാസം പോലും സഹിക്കാൻ പറ്റാത്ത, കടബാധ്യതകൾ താങ്ങാൻ പറ്റാത്ത, അത്രയും മനുഷ്യൻ വളരെ ലോലനായി പോകുന്നത്? അല്ലെങ്കിൽ പെട്ടെന്ന് അത്രയും ഗൗരവമായൊരു തീരുമാനത്തിലേക്ക്, നമുക്കറിയാം, ഒരു മനുഷ്യനെ തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വിഷം നൽകി കൊല്ലുക, എന്നിട്ട് സ്വയം മരിക്കുക. അവരെ കൊല്ലുക എന്നത് തൻ്റെ കൂടെയുള്ളവർ അവരെങ്ങനെയെങ്കിലും ജീവിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ വധിച്ച് വിഷമൊക്കെ കൊടുത്തിട്ട് മരിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാറുണ്ട്. നമ്മൾക്ക് കാലശേഷം അവർ പ്രയാസപ്പെടേണ്ടോ എന്ന് കരുതി നമുക്ക് മക്കളെ നൽകിയ ദൈവം ആ മക്കളെ നോക്കാൻ ഒരാളെ നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ ജീവിക്കുന്നു, അനാഥകൾ എത്രയോ ജീവിക്കുന്നു, അനാഥ മന്ദിരങ്ങൾ എത്രയോ ഉണ്ട് നമ്മുടെ നാടുകളിൽ, എത്രയോ സൗകര്യങ്ങളുണ്ട്. അവരെ ഏറ്റെടുക്കാൻ കുട്ടിയില്ലാതെ 40-50 വർഷം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട്, ഭാര്യ ഭർത്താവായി ഇണങ്ങി ജീവിച്ചിട്ട്, ഒരു കുട്ടിയില്ലാതെ, ഒരു കുഞ്ഞിക്കാല് കാണാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് നിങ്ങൾ നൽകിയേക്കുക. നിങ്ങളുടെ കുട്ടി അവർ നല്ല രീതിയിൽ നോക്കും. നമ്മളിൽ നിന്ന് ദത്തെടുത്ത ഒരുപാട് കുട്ടികൾ നമ്മൾ കാണും. നമ്മുടെ നാടുകളിൽ ദത്തെടുത്ത, പോറ്റി വളർത്തുന്ന കുട്ടികൾ നല്ല രീതിയിൽ, നല്ല സുഖത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ അവർ ജീവിക്കും നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ വധിക്കുക എന്നത് ഏത് രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണെങ്കിലും അത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെ വധിക്കുന്നതിനും സമാനമായ കുറ്റമാണ്. അതുപോലെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും, വിഷമങ്ങൾ വരുമ്പോഴേക്കും എന്തുകൊണ്ട് ഇത്ര കഠിനമായ തീരുമാനങ്ങൾ മനുഷ്യനെടുക്കുന്നു? എന്തുകൊണ്ട് താങ്ങാൻ പറ്റാതെ വരും നമുക്ക്? എന്തുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര വിഷമം നമുക്ക് ഉണ്ടാകുന്നു? അങ്ങനെയൊരു വിഷമം മനുഷ്യനുണ്ടാകുമോ? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് തന്നെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം പ്രയാസം സഹിച്ചുകൊണ്ടാണ്. നമുക്കൊരു നമ്മളെ മാതാവ് ഗർഭം ചുമക്കുന്നത് 9 മാസം ഇത്ര പ്രയാസപ്പെട്ട് നമ്മളെ ഗർഭം ചുമക്കുന്നത്. അവർ പ്രസവവേദനയെ പറ്റി നമ്മൾ പറയാറുണ്ട്, നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എത്ര പ്രയാസപ്പെട്ട് നമ്മളെ ഭാര്യമാർ പ്രസവിക്കുന്നത്. അവർ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്, അല്ലേ? കൈ ചുറ്റിപ്പിടിച്ച് ജനിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭൂമിയിലുള്ളതെല്ലാം അധികവും സ്വന്തമാക്കുമെന്ന ചിന്തയോടെ എന്ന പോലെ. പക്ഷേ ആ കുട്ടിയുടെ ജനനം നിങ്ങൾ നോക്കൂ. ആ കുട്ടി പിന്നീട് കമയാൻ വേണ്ടി എത്രയാണ് പ്രയാസപ്പെടുന്നത്. ഒരു കുട്ടിയുടെ ജനനം തന്നെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നു. ആ കുട്ടിയുടെ കമിയൽ എത്ര പ്രയാസപ്പെട്ടാണ് കുട്ടി കമിയുന്നത്. എന്താണ് അത് നമുക്ക് നൽകുന്ന പാഠം? നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരും ഈ ജീവിതത്തിൽ. ദുഃഖങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും. ആ കുട്ടി നടക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എത്ര വീണിട്ടാണ് കുട്ടി നടക്കാൻ വേണ്ടി നടക്കുന്നത്. കമിയുന്ന കുട്ടി, പെരക്കുന്ന കുട്ടി, എവിടെയൊക്കെ തലയിടിക്കുന്നു, പെട്ടെന്ന് നീർന്നു, തല പിന്നെയും കുത്തിയിട്ടാവുന്നു. പലപ്പോഴും 3 വയസ്സായ കുട്ടികൾ ഉണ്ട് പറയാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. 3 കുട്ടിയുടെ പിതാവാണ് ഞാൻ. അതുകൊണ്ട് അവരെ ഓരോ നീക്കവും, ചിലപ്പോൾ നാട്ടിലൊക്കെ ആ സമയത്ത് അവരുടെ നീക്കവും, അവരുടെ സംസാരവും, അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോ കുട്ടി ഓരോന്നും ചെയ്യുന്നത്. അതേപോലെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ആളുകളും വളർന്നു വന്നത്. പ്രയാസമുണ്ട് എന്ന് അത് കാണിച്ചിരുന്നു. ആ കുട്ടിയുടെ ജീവിതം നമുക്ക് കാണിച്ചിരുന്നു പ്രയാസമുണ്ട് ജീവിക്കാൻ എന്നത്. പക്ഷേ ഏതൊരു പ്രയാസത്തിന് കൂടി ഒരു എളുപ്പമുണ്ട് എന്നത് യാതൊരു സംശയമില്ല. ഇന്നമഅൽ ഉസ്രി യുസ്റ വഇന്നമഅൽ ഉസ്രി യുസ്റ. ഒരു ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, 2 എളുപ്പമുണ്ട്. ഒരു ഞെരുക്കത്തിന് 2 എളുപ്പമുണ്ടാകും, ഒരു പ്രയാസത്തിന് 2 എളുപ്പമുണ്ടാകും എന്നത് യാതൊരു സംശയമില്ല. അപ്പോൾ പ്രയാസവും വിഷമവും ഉണ്ടാകും. അതുപോലെ ചില ആളുകൾ, നമുക്കറിയാം, മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ആളുകളുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ICUലായി, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി വീഴുകയോ പിന്നീട് ഒരുപാട് പരിക്കുകളോടെ തിരിച്ചു വരികയോ ചെയ്ത ആളുകൾ, പിന്നീട് ജീവിച്ച ആളുകൾ. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ലണ്ടൻ ബ്രിഡ്ജ് എന്ന ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരു സൂസൈഡ് പോയിൻ്റ് എന്ന് അറിയപ്പെടുന്ന അവിടുന്ന് ചാടി മരിക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ച അയാൾ പറയാണ്, പിന്നീട് ഞാൻ ചാടിയ സെക്കൻഡിൽ തന്നെ എനിക്ക് മനസ്സിലായി വേണ്ടായിരുന്നു എന്ന്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വളരെ അപൂർവ ആൾക്കാരായിരുന്നു തിരിച്ചു പോയ ജീവിതത്തിലേക്ക്. അദ്ദേഹം ചെയ്യുന്ന പണി ഓരോ ആളുകളെ, ആ മരിക്കുന്ന ആളുകളെ അങ്ങനെ അവിടെ ടെൻ്റ് കെട്ടി അങ്ങനെയുള്ള സ്ഥലത്ത് താമസിച്ച് അവിടേക്ക് വരുന്ന കപ്പിൾസിനെ ശ്രദ്ധിച്ച്, ആളുകളെ ശ്രദ്ധിച്ച്, മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് അവരോട് കൂട്ടി ഇരുന്ന് സംസാരിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചയക്കാറ്. നമുക്കൊരു സെക്കൻഡിൽ, ഒരു മിനിറ്റിലൊക്കെ തോന്നുന്ന ഒരു പരിപാടിയാണ് ചില ആളുകൾ ഇങ്ങനെ അത് തന്നെ ചിന്തിച്ച് ഇനി ജീവിക്കണ്ട, ഇനി ഇത്ര പ്രയാസം ജീവിച്ച് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ മരിക്കും. പക്ഷേ എന്നാലും ഒരു സൂചനകൾ ചില ആളുകൾക്ക്, ചില കൂട്ടുകാർക്ക്, ചില അടുത്ത ബന്ധുക്കൾക്ക് ചിലപ്പോൾ നൽകിയിട്ടുണ്ടാകാം. നമ്മൾ നല്ല ഉപദേശം നൽകാനും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ. അതുപോലെ ഏതൊരു പ്രയാസവും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മുൻകാല ആളുകളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. പ്രവാചകൻ ഏറ്റവും പ്രയാസപ്പെടുത്ത സമയത്ത്, വിഷമങ്ങളുണ്ടായ സമയത്ത്, പ്രയാസങ്ങളുണ്ടായ സമയത്ത് പ്രവാചകൻ ഓരോ മുൻകാല
നബിമാരുടെ ചരിത്രങ്ങൾ അവതരിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ മുൻകാല പ്രവാചകന്മാർ ഇത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസം നിസ്സാരമാണെന്ന് തോന്നാൻ. അതുപോലെ നമ്മുടെ മുമ്പ് പ്രയാസപ്പെട്ട ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ള പ്രയാസം വളരെ നിസ്സാരമായി നമുക്ക് തോന്നാൻ കാരണമാകും. അതുപോലെ ചില മരണങ്ങൾ നമുക്ക് നൽകുന്ന പാഠം മതപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഒരാൾ മരിച്ചത്, ആ രീതിയിൽ ഉയർത്തുന്നതിൽ. ഈ അടുത്ത കാലത്തൊരു പെൺകുട്ടി കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ഭർത്താവിൻ്റെ കൂടെ. ഉംറയ്ക്ക് പോയി വരുന്ന ഒരു സന്ദർഭം. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുഖപടലം, നമുക്കറിയാം മുഖം മറക്കുന്ന ഒരു സ്ത്രീ, മുഖപടലം കാണുന്നില്ല കരുതിയിട്ട്. കപ്പലിങ്ങനെ തകരുകയാണ്, വെള്ളം കയറിയിട്ടുണ്ട്, തകരാൻ മുങ്ങാൻ പോകുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ് നിങ്ങൾ നടന്നു, ഞാൻ ഇതൊന്ന് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കരുതുകയായിരുന്നു. പക്ഷെ പിന്നീട് ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടുന്ന സമയത്ത് മുഖം മറച്ച രീതിയിലാണ് കിട്ടിയത്. മുഖം പോലും കാണുന്നത് സുമന്ത്രവയ്ക്ക് നൽകിയ ബഹുമതിയാണത്, ശ്രേഷ്ഠതയാണത്. അതുപോലെ നമുക്കറിയാം ഈ ഫ്ലൈറ്റ് യാത്രയിലൊക്കെ ഫ്ലൈറ്റിൻ്റെ പൈലറ്റുമാരൊക്കെ ആയ ആളുകൾ പലപ്പോഴും പല അധാർമികതയിലും പല തിന്മകളിലും ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഒരു പൈലറ്റ്, ഈ അടുത്ത കാലത്ത് ഒരു പൈലറ്റ് ഭയങ്കര സൂക്ഷ്മതയിൽ ജീവിച്ചു. അദ്ദേഹം ആദർശം ഉറക്കെ പിടിച്ച് നല്ല ദീനീബോധത്തോടു കൂടി ജീവിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ പലരും കളിയാക്കുമായിരുന്നു അദ്ദേഹത്തെ. ഇന്നിൻ്റെ ദീനും അത്യാവശ്യം കുടിച്ചാലെന്താ, അത്യാവശ്യം എൻജോയ് ചെയ്താലെന്താ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഫ്ലൈറ്റിന് തകരാറ് സംഭവിച്ചു. ആകാശത്ത് നിന്ന് തകരാറ് സംഭവിച്ചിട്ട് അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ജനങ്ങളേതാ, അദ്ദേഹം പ്രാർത്ഥിച്ചു ഒരുപാട്. പക്ഷേ ഫലമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ് ജനങ്ങളോട്, ജനങ്ങളെ ഇതാ ഈ ഫ്ലൈറ്റ് തകരാൻ പോവുകയാണ്, തകരാൻ പോവുകയാണ്, ഇത് തകരുമെന്നാണ് ദൈവത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് കുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫ്ലൈറ്റ് കൊടുത്തെടുത്ത്, നമുക്കറിയാം ചെറിയൊരു സാധനം, ഒന്ന് ബോക്സ് എന്താ പറയുക, അത് കിട്ടും. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും അദ്ദേഹം അങ്ങനെ മരിക്കാനിടയായി. ഏറ്റവും നല്ല മരണങ്ങൾ ചില കൂട്ടുകാർ നമ്മൾ കാണാറില്ല നാട്ടിൽ. തൻ്റെ കൂട്ടുകാരൻ മരിച്ച് ചില ദിവസങ്ങൾ കൊണ്ട് മറ്റേ കൂട്ടുകാരന് മരിക്കും, വിഷമം കൊണ്ട്. ചില ഭാര്യ ഭർത്താക്കന്മാർ, ഒരാൾ മരിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ മറ്റാളും മരിക്കും. അത്ര കണ്ടെടുത്ത് ജീവിച്ച്. അതുപോലെ നന്മയിൽ മരിച്ച ആളുകൾ. അതുപോലെ ടിവിൻ്റെ റിമോട്ട് മാറ്റി അടുത്ത കാലത്ത് നമ്മൾ വായിച്ചൊരു സംഭവം, റിമോട്ട് ചാരി കസലിലിരുന്ന് ഇങ്ങനെ റിമോട്ട് മാറ്റിയിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ ചാനൽ ഇങ്ങനെ ടി വി ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ തന്നെ മരിച്ചു. നമുക്കറിയാം എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ ശരീരം ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കവറെടുക്കേണ്ടി വരും. ഈ അടുത്ത കാലത്താണ് ടാക്കീസിൽ മരിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ ആ ഇരുന്ന പോലെ ഉണ്ട്, എല്ലാവരും കഴിഞ്ഞിട്ട് പോയി, പടമൊക്കെ തീർന്നിട്ട്. പക്ഷെ അങ്ങനെ തന്നെ മരിച്ചു. പിന്നെന്താ ചെയ്യുക, കാലം നീർക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ചില മരണങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. നമുക്ക് ഏതായാലും തുച്ഛമായ 60 70 അത്ര ചെറിയ ആയുസ് നമുക്കുള്ളൂ. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും നന്മ പ്രവർത്തിക്കുകയും നല്ലതിന് വേണ്ടി ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുക. വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനേക്കാൾ എളുപ്പം നമുക്കുണ്ടാകും. ഏതൊരാളുടെ ജീവിതത്തിലും വിഷമം പ്രയാസമുള്ള പോലെ ഒരു എളുപ്പവും ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയൊക്കെ ആയി മരിച്ചു പിരിയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം, എത്രയോ സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പിന്നീട് എത്രയോ സൗഭാഗ്യം നമ്മൾ അനുഭവിക്കാനുണ്ട്, എത്രയോ നാടുകൾ നമ്മൾ കാണാനുണ്ട്, എത്രയോ പച്ചപ്പുകൾ കാണാനുണ്ട്, എത്രയോ രാജ്യങ്ങൾ നമ്മൾ ചുറ്റി സഞ്ചരിക്കാനുണ്ട്, എത്രയോ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി എത്രയോ ഗുണങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. തെറ്റായ തീരുമാനം നമ്മളൊരിക്കലും എടുത്തുകൊണ്ട്, തെറ്റായിപ്പോയി എന്ന തീരുമാനം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് നിങ്ങൾ പോകരുത്. സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അതുപോലെ കാണാത്ത കാഴ്ചകൾ കാണാൻ, രസകരമായ കാഴ്ചകൾ കാണാൻ, കടലിലൂടെ ഉള്ള ചില ദ്വീപുകളൊക്കെ നമ്മൾ പോയി കണ്ടാൽ, അവിടെയുള്ള മത്സ്യങ്ങളൊക്കെ കണ്ടാൽ, അങ്ങനെ ഒരുപാട് രംഗങ്ങൾ, ചില പാർക്കുകൾ, ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ മിസ്സായിട്ടുണ്ട്. മോശപ്പെട്ട ഒരു തീരുമാനവും ഒരാളും എടുക്കരുത്. പിഞ്ചു മക്കളെയൊക്കെ നോക്കുക,
അവരുടെ കൂടെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക, മൃഗങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുക. സന്തോഷകരമായ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ അത് തനിയെ ഉൽപ്പാദിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. ചില ആളുകൾ പറയും ഞാനിപ്പോൾ ഉണ്ടല്ല, ഞാനിപ്പോൾ അങ്ങനെയല്ല. എത്ര ആൾ പറയുന്ന മോശപ്പെട്ട വാക്ക് പോലും നമ്മളെടുത്തിട്ട് ഉള്ളിലേക്കും കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കത് പ്രയാസം തോന്നില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്താനും ചില കാഴ്ചകളിലൂടെ, കേൾവിയിലൂടെ, ചില പ്രവൃത്തിയിലൂടെ സന്തോഷം സമാധാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുക, നല്ല എനർജിക്കായിട്ടുള്ള ആളുകൾ. ചിലപ്പോൾ ചില ആളുകൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്ക് തന്നെ എനർജി കുറയും. രാവിലെ എപ്പോഴും രാവിലെ വിഷമമുള്ള സമയത്ത്, നമുക്ക് പ്രയാസപ്പെട്ട സമയത്ത്, നമ്മളെ മുതിരെ നമ്മളെ കൽബിയ സമയത്ത്, വഴക്ക് പറഞ്ഞ സമയത്ത്, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ ശകാരിച്ച സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ, ഡല്ലായിട്ടിരിക്കുന്ന സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നല്ല എനർജിക്കായിട്ടുള്ള സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ, വൈകുന്നേരമുള്ള സമയങ്ങളിൽ, നല്ല എനർജിക്കായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. വിഷമം പ്രയാസം വരുന്ന സമയത്ത് എന്തോ ഒരു മോശമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു തീരുമാനം. ഇപ്പോൾ ചില ആളുകൾ അസഭ്യം പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ കാണാറുണ്ട്. പണ്ട് കാലത്തൊക്കെ അസഭ്യം പറഞ്ഞ് എഴുതുകയായിരുന്നു അത്രേ. എന്തൊക്കെ അവനെക്കുറിച്ച് പറയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം, മോശം ഇങ്ങനെ കത്ത് എഴുതിയിട്ടേക്കാം. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ കത്ത് കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി പറയണം, ഭയങ്കര ശക്തമായിട്ട് മറുപടി പറയണം, ഇതിന് വിടാൻ പാടില്ല, എന്നിങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹം പിറ്റേന്നേക്ക് വെച്ചു, നാളെ എഴുതാം. നാളെ എഴുതാം. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം തോന്നി എന്നെ എഴുതണ്ട, സാരില്ല, പോട്ടെ, ക്ഷമിച്ചു കൊടുക്കാം. അങ്ങനെയാണ് പലപ്പോഴും മനുഷ്യർ. നമുക്ക് ആ ഒരു പെട്ടെന്നൊരു ദേഷ്യമുണ്ടാകും, അവനെ കൊല്ലണം, അവനെ തല്ലണം, അങ്ങനെ 6 മാസം കൊണ്ട് എടുക്കരുത്. ചിലപ്പോൾ അന്നൊരു സെക്കൻഡ് തോന്നും തിരിച്ചൊന്ന് കൊടുക്കണം, പിന്നീട് തോന്നും ക്ഷമിക്കുക, സഹിക്കുക, അവനോട് വിട്ടുവീഴ്ച കാണിക്കുക എന്നൊക്കെ. അങ്ങനെ വിശാലമായി ചിന്തിക്കാൻ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ.